മേഘ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളും സത്യവാങ്മൂലവുമാണ് ഇപ്പോൾ ആദ്യത്തെ പരാതിക്കാരി നൽകിയിട്ടുള്ളതായിട്ട് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ 10ഓളം പെൺകുട്ടികളെ രാഹുൽ പീഡിപ്പിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതിൽ ഈ പറയുന്നത് പോലെ പോക്സോ കേസുകൾ വരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. നമുക്ക് അതിന്റെ യഥാർത്ഥ വശം എന്താണെന്ന് അറിയില്ല. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപായിരുന്നു, 2 വർഷം മുൻപ് 16 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ രാഹുൽ വീട്ടിൽ കയറി ബലാത്സംഗം ചെയ്തു എന്നുള്ള വാർത്തകൾ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് ഒരു ഓൺലൈൻ ചാനലിലൂടെ പുറത്തു വരുന്നത് നമ്മൾ കണ്ടിരുന്നു. അതിന്റെ യഥാർത്ഥ വശം ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഇനിയിപ്പോൾ അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അന്വേഷണ സംഘത്തിന് ഇപ്പോൾ രാഹുലിന്റെ 10ഓളം പീഡന കേസുകൾ കയ്യിലുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇന്ന് രാഹുലിന് വേണ്ടിയുള്ള ജാമ്യം ഇന്ന് കോടതി പരിഗണിക്കും എന്നുള്ളത് ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്രയും വലിയ ഒരു ഗുരുതരമായ ആരോപണങ്ങൾ രാഹുലിനെതിരെ ഉന്നയിച്ചിട്ടുള്ളത്. ഇത് രാഹുലിനെ കൊടുക്കാനുള്ള അല്ലെങ്കിൽ രാഹുലിന്റെ ജാമ്യം പൂർണ്ണമായും നിഷേധിക്കാനുള്ള ഓരോ നീക്കങ്ങൾ തന്നെയാണോ കാണുന്നത്? അത് തന്നെയാണ് ആദ്യത്തെ പരാതിക്കാരി സത്യവാങ്മൂലത്തിലൂടെ അറിയിച്ചിട്ടുള്ളത്. അവർ അതിൽ ആരോപിക്കുന്ന വലിയൊരു കാര്യം എന്ന് പറയുന്നത്, രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫോണിൽ ഈ പെൺകുട്ടിയുടെ നഗ്ന ദൃശ്യങ്ങളുണ്ട്. അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കുകയാണെങ്കിൽ ഈ ദൃശ്യങ്ങളെല്ലാം പുറത്തു വരുമോ എന്നുള്ള ഭീതിയുണ്ട്. അതുപോലെ തന്നെ തെളിവുകൾ നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ടെന്നുള്ള ഗുരുതരമായ കാര്യങ്ങളാണ് ഉന്നയിക്കുന്നത്. അതിൽ തന്നെ ഒരു കാര്യം ആലോചിക്കണം. സത്യവാങ്മൂലത്തിലാണ് അവർ പറയുന്നത്, അന്വേഷണ സംഘത്തിന് ഇയാൾക്കെതിരെയുള്ള 10ഓളം കേസുകളെ പറ്റി അറിവുണ്ട്. ഇതൊന്നും പരാതികളായി വന്നിട്ടില്ല എങ്കിൽ പോലും 10 കേസുകളെ പറ്റി അന്വേഷണ സംഘത്തിന് അറിയാമെന്നുള്ളത്. അപ്പോൾ തന്നെ ഈ കേസിന്റെ ഡെപ്ത് നമുക്ക് മനസ്സിലാകും. അതിൽ തന്നെ ഒരാൾ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയാണെന്ന് പറയുന്നു. അപ്പോൾ ഇതെല്ലാം ഗുരുതരമായ കാര്യങ്ങൾ തന്നെയാണ്. ജാമ്യം ലഭിക്കാതിരിക്കാനുള്ള സാധ്യതയിലേക്ക് തന്നെയാണ് ഇത് പോകുന്നത്. ആദ്യത്തെ കേസിൽ ഈ പറയുന്നത് പോലെ രാഹുൽ മുൻകൂർ ജാമ്യത്തിനായി സെഷൻസ് കോടതിയെ സമീപിക്കുകയും അവിടെ നിന്നും അതിനെ നിഷേധിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഹൈക്കോടതിയെ സമീപിച്ച് അറസ്റ്റ് തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം രണ്ടാമത്തെ പരാതിയിൽ സെഷൻസ് കോടതിയിൽ നിന്ന് തന്നെ ജാമ്യം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ 3ാമത്തെ കേസിൽ സെഷൻസ് കോടതി കഴിഞ്ഞു, ഹൈക്കോടതിയിലേക്ക് കേസ് മൂവ് ചെയ്യുന്ന ഒരു നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അന്വേഷണ സംഘം കൃത്യമായി 3ാമത്തെ കേസിൽ രാഹുൽ അറസ്റ്റിലാണ്. ഇന്നതൊക്കെയാണ് രാഹുലിനെതിരെയുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ പരാതിയിൽ വന്നിരിക്കുന്ന കാര്യങ്ങളെന്ന് ഹൈക്കോടതി അറിയിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. രാഹുലിനെതിരെയുള്ള കുരുക്കുകൾ മുറുകി ഇപ്പോൾ രാഹുൽ ശ്വാസം മുട്ടുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കാര്യങ്ങൾ. ഇനിയിപ്പോൾ രാഹുലിന് 3ാമത്തെ കേസുമായി ബന്ധപ്പെട്ട് ജാമ്യം ലഭിക്കുമോ എന്നുള്ളൊരു സംശയത്തിന് പോലും വകയില്ലാത്ത നിലയിൽ രാഹുലിന് ജാമ്യം ഇല്ല അല്ലെങ്കിൽ രാഹുലിന് പുറത്തു വരില്ല എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ ഈ സാഹചര്യത്തിലാണ് തിരഞ്ഞെടുപ്പിൽ രാഹുൽ മത്സരിച്ചേക്കുമെന്നുള്ള ഊഹാപോഹങ്ങൾ നമ്മളുടെ ചാനൽ ഉൾപ്പെടെ പലരും പറഞ്ഞു വെക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നത്. നമ്മുടെ ചാനലിൽ പോലും പലരും വന്നിരുന്നുകൊണ്ട്, പല രാഷ്ട്രീയ നേതാക്കന്മാരും അല്ലെങ്കിൽ പല രാഷ്ട്രീയ നിരീക്ഷകരും വന്നിരുന്നുകൊണ്ട് രാഹുൽ മത്സരിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുമ്പോൾ അതിന്റെ യാഥാർത്ഥ്യം ഇതാണ്, രാഹുൽ ഇപ്പോഴൊന്നും പുറം ലോകം കാണാനുള്ള സാധ്യതകളില്ല. പക്ഷേ ഹർഷ, ഈ പറയുന്ന പോലെ ഏപ്രിലോ മെയിലോ ആയിരിക്കാം നമ്മുടെ തിരഞ്ഞെടുപ്പ് വരിക. അതിനു മുൻപ് അദ്ദേഹത്തിന് ജാമ്യം കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഉണ്ടായിരുന്ന ഒരു ഓറ വെച്ച് വീണ്ടും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഈ പറയുന്ന പോലെ സ്വതന്ത്രനായിട്ടോ അല്ലെങ്കിൽ പൊതുസമക്ഷം മാപ്പ് പറഞ്ഞുകൊണ്ട് UDF-നൊപ്പമോ അല്ലെങ്കിൽ എല്ലാവരും ചർച്ച ചെയ്യുന്ന പോലെ ചിലപ്പോൾ BJP-ക്കൊപ്പമോ ഒക്കെ മത്സരിക്കാൻ സാധ്യതയുണ്ട്. അദ്ദേഹത്തിന് ഈ ലൈം ലൈറ്റിൽ നിന്ന് പോകാൻ താല്പര്യമില്ലാത്ത ഒരാളാണ്. ഈ ഫെയിം എല്ലാം വളരെയധികം എൻജോയ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് വിട്ടു നിൽക്കാൻ അദ്ദേഹത്തിന് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഈ കേസ് ഇതിങ്ങനെ മുന്നോട്ട് പോകും. ഈ പറയുന്ന പോലെ 3 പരാതികൾ ഇപ്പോൾ വന്നു, ഇനി 4ാമതൊരു പരാതി. ഈ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി ഇതുവരെയും പരാതിയുമായി മുന്നോട്ട് വന്നിട്ടില്ല. വരുമോ എന്ന് എനിക്കറിയില്ല. അത് കുടുംബവുമായി ഇടപെട്ട് നടത്തേണ്ട ഒരു ഇടപെടലാണ്. വരികയാണെങ്കിൽ അത് വലിയൊരു നോൺ ബെയിലബിൾ ഒഫൻസ് ആണ്. അതിങ്ങനെ വളരെ ഗുരുതരമായി തന്നെ മുന്നോട്ട് പോകും. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം തന്നെ അവസാനിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തും. ഇപ്പോഴുള്ള ഈ ഒരു കേസിന്റെ അവസ്ഥ അനുസരിച്ച് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം ഏതാണ്ട് അവസാനിച്ചൊരു മട്ടിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് 10ഓളം കേസുകൾ കയ്യിലുണ്ട് അല്ലെങ്കിൽ 10ഓളം വിവരങ്ങൾ ഈ പറയുന്ന അന്വേഷണ സംഘത്തിന് കയ്യിലുണ്ട് എന്ന് പറയുമ്പോൾ ഈ 3ാമത്തെ കേസിൽ ജാമ്യം ലഭിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കേസ് നീങ്ങിയാൽ തീർച്ചയായും അന്വേഷണ സംഘം 4ാമത്തെയും 5ാമത്തെയും കേസുകൾ മുന്നോട്ട് വെക്കും. തീർച്ചയായും രാഹുലിനെ പെടുത്തും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. അത്രത്തോളം അന്വേഷണ സംഘത്തെയും പോലീസിനെയും വെള്ളം കുടിപ്പിച്ചിട്ടുണ്ട് രാഹുല്. ഈ പറയുന്നത് പോലെ കഴിഞ്ഞ 2 തവണ ഭാഗ്യം കൊണ്ട് പുറത്ത് നടന്ന സാഹചര്യത്തിൽ പോലും അപ്പോഴും പോലീസിനെ കളിയാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അന്വേഷണ സംഘത്തെ കൊഞ്ഞനം കുത്തുന്ന രീതിയിലായിരുന്നു രാഹുലിന്റെ നീക്കങ്ങൾ. ആ ഒരു വൈരാഗ്യ ബുദ്ധി തീർച്ചയായിട്ടും ഈ പറയുന്ന അന്വേഷണ സംഘം കാണിക്കില്ലെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അതെ, ഇപ്പൊ നമ്മള് ആദ്യം എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തെ പിടികൂടുന്നില്ല, ആഭ്യന്തരത്തിന് എന്തൊരു വീഴ്ചയാണ് സംഭവിക്കുന്നതെന്നെല്ലാം നമ്മൾ അടക്കം ചോദിച്ചിരുന്നു. അതിന്റെ എല്ലാം ആകെത്തുകയായിരുന്നു പെട്ടെന്നുള്ള രാത്രിയിലുള്ള അറസ്റ്റ് എന്ന് പറയുന്നത്. അതിനുശേഷം ജാമ്യം കിട്ടിയതിനു ശേഷം രാഹുലിന്റെ ചെയ്തികളൊക്കെ നമ്മൾ കണ്ടു. വളരെ കൂളായിട്ട് ചായ കുടിച്ചിട്ട് രാഹുൽ പാലക്കാടേക്കാണോ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ചേസ് ചെയ്തു എന്നൊക്കെ പറയുന്ന ധാർഷ്ട്യം നമ്മൾ കണ്ടു. അതുപോലെ തന്നെയായിരുന്നു അമ്പലത്തിൽ ഹെൽമെറ്റ് ഇല്ലാതെ അമ്പലത്തിൽ പോകുന്നത്. അതിന് പിന്നാലെ പോലീസിന്റെ എസ്കോർട്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തന്നെ ഇത്തരത്തിലൊരു കളിയാക്കൽ ചൊവ്വയിലൂടെ നമ്മൾ
നമ്മളും പോലീസുകാരെ പലപ്പോഴും ആക്ഷേപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ പറഞ്ഞ ആഭ്യന്തര വകുപ്പിനെയും എല്ലായിടത്തും കിടക്കുന്ന പിണറായി വിജയനെ പോലും നമ്മൾ രാഹുലിന്റെ കാര്യത്തിൽ അധിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ അതിനുശേഷം പോലീസ് അവരുടെ കൃത്യമായ കഴിവ് തെളിയിച്ചു, രാഹുലിനെ രാത്രിക്ക് രാത്രി അറസ്റ്റ് ചെയ്തു. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അന്ന് എസ്കോർട്ട് പോയതായിരുന്നില്ല, പരാതി വരാനുള്ള സാഹചര്യം ഉണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇനി രാഹുൽ കൺവെട്ടത്തിൽ നിന്ന് മാറരുത്, പരാതി വന്നാൽ സ്പോട്ടിൽ അറസ്റ്റ്, അതാണ് പോലീസിന്റെ ആ സമയത്ത് നീക്കമെന്ന് പറയുന്നത്. ഇപ്പോൾ അത് കൃത്യമായി കുറുക്കി കൊള്ളേണ്ടടുത്ത് കൊണ്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഹൈക്കോടതിയിലേക്ക് പോകുമ്പോൾ എന്താണ് രാഹുലിന്റെ ജാമ്യവുമായി ബന്ധപ്പെട്ട് നടക്കാൻ പോകുന്നത്, രാഹുലിന് ഇനിയും ജാമ്യം ഇല്ല എന്നുള്ള വാർത്തകൾ തന്നെയാണോ പുറത്തു വരുന്നത് എന്ന് നമുക്ക് കാത്തിരിക്കേണ്ടതാണ്. എന്ത് തന്നെയാണെങ്കിലും മാധ്യമങ്ങൾക്ക് ഇപ്പോൾ രാഹുലിനെ വേണ്ട, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരു സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാർത്തകൾ ജാമ്യം ലഭിച്ചു, ജാമ്യം ലഭിച്ചില്ല, അറസ്റ്റ് തടഞ്ഞില്ല, ഇങ്ങനെ രാഹുൽ എന്ത് വാർത്ത കണ്ടാലും അതിന് പുറകെ പോകുന്ന ഒരു ക്രൗഡ് ഉണ്ടായിരുന്നു നമുക്ക്. അപ്പൊ നമ്മൾ തന്നെ പറയുമായിരുന്നു നമുക്കൊന്നും ഇത് സംസാരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടില്ല, പക്ഷെ ജനങ്ങൾക്ക് അറിയാൻ താല്പര്യമുള്ളത് കൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നതെന്ന്. പക്ഷെ ആ ട്രെൻഡ് അങ്ങ് മാറി. രാഹുൽ ജയിലിലാണോ എന്നറിയുന്ന ആർക്കും അറിയണമെന്നില്ല, എന്ത് കേസിലാണെന്ന് അറിയണമെന്നില്ല, അങ്ങനെ ഒരു തരത്തിലെ കാര്യങ്ങൾ. അതൊരു വളരെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ഈ ഇക്കിളി കഥകൾക്ക് പുറകെ പോകേണ്ടി വരാത്ത സാഹചര്യം എന്ന് പറയുന്നത് നമ്മൾ മാധ്യമ പ്രവർത്തകരെ സംബന്ധിച്ച് വളരെ നല്ലൊരു കാര്യത്തിന്. അല്ലെങ്കിൽ നമ്മൾ പോലും ഇപ്പോൾ നമ്മളൊരു ഓൺലൈൻ മീഡിയ ആണ്, സ്വാഭാവികമായി നമ്മൾ പോലും ഒരു ദിവസം 4 നേരം രാഹുലിനെ കുറിച്ചുള്ള ചർച്ചകൾ, അതായത് മെയിൻ സ്ട്രീം മാധ്യമങ്ങളിൽ ലൈവിൽ പോകുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ബ്രേക്കിംഗ് ആയി പോകുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു. രാഹുലിനെ കോടതിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ രാഹുലിന്റെ കൊണ്ടുപോകുന്ന ജീപ്പിന് പിന്നാലെ അല്ലെങ്കിൽ വണ്ടിക്ക് പിന്നാലെ മറ്റു വാഹനങ്ങൾ, മാധ്യമങ്ങളുടെ വാഹനങ്ങൾ ചേസ് ചെയ്തു പോകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതെല്ലാം മാറി, ആ ഒരു ട്രെൻഡ് മാറി. ഇപ്പോൾ രാഹുലിനെ ആർക്കും വേണ്ട എന്നുള്ള നിലയിലേക്ക് പോയി. ഇത് തന്നെ ആയിരിക്കണം രാഷ്ട്രീയ കേരളത്തിലും രാഹുലിനെ കുറിച്ചുള്ള ഇപ്പോഴത്തെ അവമതിപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ രാഷ്ട്രീയ കേരളത്തിലും രാഹുലിനെ വേണ്ട എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്.